വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്ന് അവരോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു. അവനവരോട്, ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമെന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തൻ നിൻ്റെ ഇടത്തും ഒരുത്തൻ വലത്തും ഇരിപ്പാൻ വരം നൽകണമെന്ന് പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്ന ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾ കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവൻ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുന്ന, ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കുകയും ചെയ്യും. നിശ്ചയം എൻ്റെ വലത്തുപിടത്ത് ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നതോ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അതിനുശേഷം 10 പേരും കെട്ടി യാക്കോബിനോട് യോഹന്നാനോട് നീരസപ്പെട്ട് ഓർന്നു. യേശു അവരെ അടുക്ക വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതികളായാലും അവർ കർത്തൃത്വം ചെയ്യുന്ന അവരിൽ മഹത്തുക്കളായവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങൾ മഹാനാകുവാൻ ഇച്ഛിക്കുന്നതിനെല്ലാം നിങ്ങളോട് ശുശ്രൂഷകനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്ന എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, സൂക്ഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെപ്പറ്റി പറയുന്ന ഈ വലിയ കാര്യം മനസ്സിലാക്കുവാൻ, ഇടത്ത് വലത്തും ഇരിക്കാൻ പൊസിഷന് വേണ്ടി കർത്താവിൻ്റെ രാജ്യത്തിന് വരാനൊക്കെയല്ല. എന്നാൽ പൊസിഷൻ ഉണ്ടെങ്കിൽ ഒത്തിരി നന്മ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പൊസിഷൻ ആഗ്രഹിക്കുന്ന തെറ്റൊന്നുമില്ല. പക്ഷേ ആ പൊസിഷൻ ആഗ്രഹിക്കുന്ന നിനക്ക് വേണ്ടിയും നിൻ്റെ പ്രസിദ്ധിക്ക് വേണ്ടിയും ആകരുത്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നീ അപ്രകാരമായി തീരുവാൻ സാധിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാവണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചില്ല. അങ്ങയുടെ ദാസ്യത്വത്തിൻ്റെ ആ ശുശ്രൂഷ, അഭിനയത്തിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തെരുമാറാകണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ശുശ്രൂഷ കർത്താവിൻ്റെ ശുശ്രൂഷയാവുള്ളൂ. അതിനായി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണം. യവനെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അത് കൃപ നൽകണം. പ്രാർത്ഥന ഇട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.